പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് ഒട്ടും പാകമല്ലാത്ത എഞ്ചിനിൽ E20 പെട്രോൾ നിർബന്ധപൂർവം ഒറ്റ ഓപ്ഷനായി കൊടുക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് അങ്ങനെ ഏകപക്ഷീയമായി അത് കൊടുക്കുന്നതും ഏകപക്ഷീയമായി ഇത്തരം ആരോപണങ്ങളെ തള്ളിപ്പറയുന്നതും അതിശക്തമായ പ്രതിഷേധത്തിന് ഭാഗമായി വരേണ്ട കാര്യമാണ്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുണ്ട്. 3 കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിനോട്. ഒന്ന്, അനുഭവസ്ഥരെ ഇതിൻ്റെ ഇരകളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം, നമ്പർ 1. നമ്പർ 2, അവരെപ്പോഴും പറയുന്നത് ഇത് ബ്രസീലിലും US-ലും ഉണ്ടെന്നാണ്. ബ്രസീലും US-ലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അത് പലതരത്തിലുണ്ട്. E10 ഉണ്ട്, 15 ഉണ്ട്, പലതരത്തിലുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ മറ്റൊരു ഓപ്ഷനും നൽകാതെ E20 അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഓപ്ഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടി എന്തൊരു സർക്കാർ മടിക്കുന്നു എന്ന് വ്യക്തമാക്കണം, ഓപ്ഷൻ നൽകണം. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നത്, നിതിൻ ഗഡ്കരിയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് ശരിയാം വിധം ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകണം. അത് സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇത്തരം നിഷേധാത്മകമായ സമീപനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ബ്രസീലിലും US-ലും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഈ എത്തനോൾ ബ്ലെൻഡഡ് ഇന്ധനം ഉപയോഗിക്കാൻ പാകത്തിലാണ് അവിടുത്തെ വാഹനങ്ങളുടെ നിർമ്മാണം എന്നുകൂടി കാണണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് ഒട്ടും പാകമല്ലാത്ത എഞ്ചിനിൽ E20 പെട്രോൾ നിർബന്ധപൂർവം ഒറ്റ ഓപ്ഷനായി കൊടുക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് അങ്ങനെ ഏകപക്ഷീയമായി അത് കൊടുക്കുന്നതും ഏകപക്ഷീയമായി ഇത്തരം ആരോപണങ്ങളെ തള്ളിപ്പറയുന്നതും അതിശക്തമായ പ്രതിഷേധത്തിന് ഭാഗമായി വരേണ്ട കാര്യമാണ്. ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാട് അത് സാരമുള്ളതല്ല, വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ സാധാരണ സർവീസിൽ തന്നെ പരിഹരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതെ, ഞാൻ അതാ പറഞ്ഞത്. ഈ മറുപടിയിൽ പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതിന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ബുഷെല്ലാം തന്നെ പോവും. വളരെ ബാലിശമായ മറുപടിയാണ്. അങ്ങനെ ഏതെങ്കിലും സർവീസിൽ പരിഹരിക്കാവുന്ന ലളിതമായ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ജനം ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ? അവരിങ്ങനെ വല്ലാത്ത അവരുടെ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുമായിരുന്നോ? അപ്പോൾ ജനങ്ങൾ, അനുഭവസ്ഥർ ഈ പറയുന്ന മറുപടിയും ഈ സ്റ്റഡിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തുവിടണം. എന്തിനാണ് ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തുവിടാത്തത്? അപ്പോൾ ഗവൺമെൻറ്റിന് ഇതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് സംബന്ധിച്ച മറുപടി. ഈ മറുപടിയോടുകൂടി E20 പെട്രോളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യങ്ങളിൽ മേലുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ മറുപടി.